ഇന്ന് നമുക്ക് ഡ്രീമി ആയിട്ടുള്ളൊരു ബ്ലൂ ജേർണൽ ചെയ്യാം. എപ്പോഴത്തെയും പോലെ ഇതിന്റെ ഒറിജിനൽ ആൻഡ് ASMR വേർഷൻ വീഡിയോയും ഉണ്ട്. അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ അത് കാണണേ. ഇതൊക്കെ ചെയ്യുന്നതിന്റെ യൂസ് എന്താ, ഈ ജേർണലിംഗ് ഒക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് കുറച്ച് പേര് കമന്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് പടം വരയ്ക്കും, ഡാൻസ് കളിക്കും, പാട്ട് പാടും, ഇൻസ്ട്രുമെന്റ്സ് വായിക്കും, അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യും. ഇതൊക്കെ ആക്ച്വലി ആ ഫോം ഓഫ് സെൽഫ് എക്സ്പ്രഷൻ അല്ലേ. അതായത് വാക്കുകൾ ഉപയോഗിക്കാതെയും വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഫീലിങ്സും ഇമോഷൻസും ഒക്കെ എക്സ്പ്രസ് ചെയ്യാനും പോർട്രേ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്സ് അല്ലേ ഇതൊക്കെ. അതുപോലെ തന്നെയാണ് ഈ ജേർണലിങ്ങും. പിന്നെ വേറൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ പേന കൊണ്ട് എന്തെങ്കിലും എഴുതിയിട്ട് മെമ്മറീസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, പക്ഷെ ഞാൻ ചെയ്യുന്നത് ജേർണലിംഗ് ആണോ എന്നൊക്കെ. ഒരു പെൻസിൽ ഡ്രോയിങ് മാത്രം ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് കളേഴ്സ് ഉപയോഗിച്ചൂടെ, പെയിന്റിങ് ചെയ്തൂടെ, വോളാർട്ട് ചെയ്തൂടെ എന്നൊക്കെ പറയുന്ന പോലെയാണ്. പടം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ പടം വരയ്ക്കലാണ്. അത് പെൻസിൽ വെച്ചോ കളേഴ്സ് വെച്ചോ അല്ലെങ്കിൽ തീപ്പെട്ടിയുടെ കരി വെച്ചാണെങ്കിൽ പോലും. നമ്മൾ ജേർണലിങ്ങിനെ പറ്റി കേട്ടുള്ളത് എന്താ, നമ്മൾ ഡയറീനെ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെയാണ്. പക്ഷേ അത് മാത്രമല്ല ജേർണലിംഗ്. ഞാൻ ചെയ്യുന്നതിന് ആർട്ട് ജേർണലിംഗ് എന്നാണ് പറയുന്നത്. പെൻ കൊണ്ടുള്ള എഴുത്തില്ലാതെ സ്റ്റിക്കേഴ്സും ബാക്കി സപ്ലൈസും വെച്ച് ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ആർട്ട് ജേർണലിംഗ് എന്ന് പറയും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് ഒട്ടിച്ച് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ ചേർത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ChatGPT ചോദിച്ചാൽ ഇതിനെക്കാട്ടി നല്ല രീതിയിൽ പറഞ്ഞുതരും. അപ്പോൾ ഇന്നത്തെ ജേർണലിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. ആൻഡ് ഇന്ന് നമ്മൾ ഷൗട്ട് ഔട്ട് കൊടുക്കുന്ന കമന്റ്സ് ഇവരുടെയൊക്കെയാണ്.